നമ്മളിന്ന് പറയാൻ പോകുന്നത് എനാക്ട്മെൻറ്റ് ഓഫ് ദ ബജറ്റാണ്. എനാക്ട്മെൻറ്റ് ഓഫ് ദ ബജറ്റും ലാസ്റ്റ് പോർഷനായ എക്സിക്യൂഷൻ ഓഫ് ബജറ്റും ഇതിൽ പറയുന്നുണ്ട്. എനാക്ട്മെൻറ്റ് ഓഫ് ബജറ്റ് ആണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ബജറ്റ് പ്രോസസ്. ഫസ്റ്റ് സ്റ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഇനാക്ട്മെൻറ്റ് ഓഫ് ബജറ്റ്. ഇറ്റ് ഈസ് എ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ബജറ്ററി പ്രോസസ്. എന്താണ് ഇനാക്ട്മെൻറ്റ് ഓഫ് ബജറ്റ്? It means approval of the budget by the Parliament and ratification by the President of India. ബജറ്റ് പാർലമെൻറ്റ് അംഗീകരിക്കുകയും പിന്നീട് പ്രസിഡൻറ്റ് അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ആണ് നമ്മൾ ഇനാക്ട്മെൻറ്റ് ഓഫ് ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് മീൻസ് approval of budget by the parliament and ratification by the president. അതിനെ സാധൂകരിക്കുന്ന രണ്ട് ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ 265. ആർട്ടിക്കിൾ 265 പറയുന്നു, നോ ടാക്സ് ഷാൽ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. നോ ടാക്സ് ഷാൽ ബി ലെവീഡ് ഓർ കളക്റ്റഡ്. ടാക്സ് കൂട്ടുകയോ കളക്ട് ചെയ്യുകയോ ചെയ്യരുത് നിയമം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ. നിയമത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയേ നമ്മൾ എന്തും ടാക്സും കളക്ട് ചെയ്യാമുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. അതാണ് ആർട്ടിക്കിൾ 265 പറഞ്ഞത്. ഇതിനോട് സിമിലറായിട്ട് ഉള്ള ഒരു സ്ലോഗൻ ഉണ്ട്, നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ. അമേരിക്കൻ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 65 നോ ടാക്സ് ഷാൽ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. ലോയുടെ അംഗീകാരമില്ല എങ്കിൽ, നിയമത്തിൻ്റെ അംഗീകാരമില്ലെങ്കിൽ ഒരാളുടെയും ടാക്സ് ഗവൺമെൻറ് പിടിച്ചെടുക്കരുത്. ഒരാളുടെ കയ്യിൽ നിന്നും നികുതി അല്ലെങ്കിൽ ടാക്സ് പിടിക്കരുത്. അതിനാണ് എല്ലാ വർഷവും ബജറ്റിലാണല്ലോ നമ്മുടെ ടാക്സുകളും മറ്റ് കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. So, Article 265 of Indian Constitution says that no tax shall be levied or collected except by authority of law. അതിനപ്പം ടാക്സ് കളക്ട് ചെയ്യാനും ലെവി ചെയ്യാനും വേണ്ടിയിട്ടാണ് ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതും പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിക്കുന്നതും. മറ്റൊരു സെൻറ്റൻസ് ആർട്ടിക്കിൾ 266 നോ മണി ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഷാൽ ബി അപ്രോപ്രിയേറ്റഡ് എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ടിനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ആ ഫണ്ടിൽ നിന്നും ₹1 എടുക്കണമെങ്കിൽ പോലും പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അതാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. നോ മണി ഔട്ട് ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഷാൽ ബി അപ്രോപ്രിയേറ്റഡ് എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ and for the purposes and in the manner as passed by the legislature. ലെജിസ്ലേച്ചർ പറയുന്ന മാർഗത്തിൽ കൂടി മാത്രമേ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ഗവൺമെൻറ്റിന് ചെലവഴിക്കാൻ പറ്റത്തുള്ളൂ. ഈ രണ്ട് ആർട്ടിക്കിളിനെയും ബേസിലാണ് ബജറ്റിന് ആരുടെ അപ്രൂവൽ വേണ്ടത്? പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ വേണ്ടത്. അപ്പോൾ ഇനാക്ട്മെൻറ്റ് ഓഫ് ബജറ്റ് എന്ന് പറയുമ്പോൾ അപ്രൂവൽ ഓഫ് ബജറ്റ് ബൈ ദ Parliament and later ratification by the President of India. ഇനി what are the stages in the enactment of the budget? First 5 stages ഉണ്ട്. First one presenting the budget, second one general discussion, third one voting of demand for grant, fourth one consideration and passing of appropriation bill, fifth one consideration and passing of finance bill. അപ്പം 5 സ്റ്റേജസ് ആണ്. ഓരോ സ്റ്റേജായിട്ട് പറയാം. ഫസ്റ്റ് വൺ പ്രസൻറ്റിംഗ് ദ ബജറ്റ്. പ്രസൻറ്റിംഗ് ദ ബജറ്റ് എന്ന് വെച്ചാൽ ബജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന രീതി. ബജറ്റ് സെഷൻ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്. ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ കൺവീൻസ് ദ ബജറ്റ് സെഷൻ ഓഫ് ദ Parliament. The budget session commences with the President's address and followed by the presentation of the budget. ബജറ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രസിഡൻറ്റിൻ്റെ അഭിസംബോധനയോടുകൂടിയാണ്. അതിനുശേഷം ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിക്കും. During this budget speech, the finance minister
provides as information regarding the general economic conditions of the country, what are the financial policy to be followed by the government in the next year, and he also gives explanation for the difference between budget estimates and revised estimates of the current year. ഫിനാൻസ് മിനിസ്റ്റർ നടത്തുന്ന സ്പീച്ചിനെയാണ് നമ്മൾ ബജറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ആ ബജറ്റ് സ്പീച്ചിൽ എന്തൊക്കെ ഉണ്ടാകും? ഹി ഗീവ്സ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ജനറൽ ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റി ഒരു അവലോകനം നടത്തും. എന്ത് ഫിനാൻഷ്യൽ പോളിസിയാണ് ഗവൺമെൻറ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയും. ഇത്തവണ ബജറ്റിലുള്ള എസ്റ്റിമേറ്റും കണക്കും വരവുകളും എല്ലാം കൃത്യമായി പറയും. അതിനൊരു എക്സ്പ്ലനേഷൻ തരും. അത്രയും കൊണ്ട് തീരുന്നില്ല. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ടാക്സേഷൻ പ്രപ്പോസൽ. പുതിയ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് എന്തൊക്കെ കൂട്ടി അല്ലെങ്കിൽ കുറച്ചു എന്ന് പറയും. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ടാക്സേഷൻ പ്രപ്പോസൽ ആൻഡ് ന്യൂ സ്കീംസ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ്. പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഗവൺമെൻറ് തുടങ്ങിയെങ്കിൽ അതും പറയും. Finance Minister will submit a large number of documents along with the budget. ബജറ്റിനോടൊപ്പം ധാരാളം ഡോക്യുമെൻറ്റും പാർലമെൻറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ സബ്മിറ്റ് ചെയ്യാറുണ്ട്. ബജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബജറ്റ് ഈസ് പ്രസൻറ്റഡ് ഒൺലി ഇൻ ദ ലോക്സഭ. അപ്പം പ്രസൻറ്റിംഗ് ദ ബജറ്റിൽ ഓർക്കേണ്ടത് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ കൺവീൻസ് ദ ബജറ്റ് സെഷൻ ഓഫ് ദ പാർലമെൻറ്റ്. ദ ബജറ്റ് സെഷൻ commences with the president's address and followed by the presentation of the budget. പ്രസിഡൻറ്റിൻ്റെ അഡ്രസ്സോട് കൂടി തുടങ്ങുന്നു. അതിനുശേഷം ബജറ്റ് അവതരിപ്പിക്കുന്നു. ഫിനാൻസ് മിനിസ്റ്റർ gives information relating to general economic condition of the country, financial policy to be followed by the government, and also highlights new taxation proposal and the new schemes launched by the government. Budget is presented only in the ലോക്സഭ. അത്രയുമാണ് പ്രസൻറ്റിംഗ് ദ ബജറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ജനറൽ ഡിസ്കഷൻ ഓൺ ബജറ്റ്. ബജറ്റിന്മേൽ നടത്തുന്ന ചർച്ചയെയാണ് നമ്മൾ ജനറൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഫിക്സസ് ദ ഡേറ്റ് ഓൺ വിച്ച് ജനറൽ ഡിസ്കഷൻ ഓൺ ദ ബജറ്റ് ടേക്സ് പ്ലേസ്. ബജറ്റിന്മേലുള്ള ചർച്ച നടത്താനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ലോക്സഭയുടെ സ്പീക്കറാണ്. ഇറ്റ് യൂഷ്വലി ടേക്സ് പ്ലേസ് 1 വീക്ക് ആഫ്റ്റർ ദ പ്രസൻറ്റേഷൻ ഓഫ് ദ ബജറ്റ്. ബജറ്റ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ സ്പീച്ച് അല്ലെങ്കിൽ ഡിസ്കഷൻ നടത്താറുള്ളത്. 4 days ആർ അലോട്ടഡ് ഫോർ ദിസ് ഡിസ്കഷൻ. ഈ ഡിസ്കഷൻ പക്ഷേ ലോക്സഭയിൽ മാത്രമല്ല, this discussion will take place in both the houses of parliament simultaneously. ഈ ബജറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ലോക്സഭയിലാണ്, ബട്ട് ഡിസ്കഷൻ വിൽ ടേക്ക് പ്ലേസ് ഇൻ ബോത്ത് ഹൗസസ്. ബോത്ത് ഹൗസസ് എന്ന് പറയുമ്പോൾ ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ സൈമിൾട്ടേനിയസ്ലി, ഒരുമിച്ച് തന്നെ ഡിസ്കഷൻ ലോക്സഭയിലും രാജ്യസഭയിലും നടക്കും. ആ ഡിസ്കഷൻ ടൈമിൽ ദ ഹൗസ് ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ ഓൺ ദ ഫിനാൻസ് മിനിസ്റ്റർ and he must give reply to that question. ഡിസ്കഷൻ ടൈമിൽ ഹൗസിന് ബജറ്റിന്മേൽ എന്ത് ചോദ്യം ചോദിക്കുകയും ഫിനാൻസ് മിനിസ്റ്റർ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യണം. അറ്റ് ദ ടൈം ഓഫ് ഡിസ്കഷൻ any person can or the house can ask any question on matter relating to budget and finance minister must provide an answer to this question. ഇത്രയുമാണ് ജനറൽ ഡിസ്കഷൻ ഓൺ ബജറ്റ് എന്ന് പറയുന്നത്. അടുത്തത് വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്. അടുത്ത സ്റ്റേജാണ് വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്. ഡിമാൻഡ് എന്ന് കേൾക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ. അതെ, ഇവിടെയും ഡിമാൻഡ് ആവശ്യം തന്നെ. ആരുടെ ആവശ്യമാണ്? മിനിസ്ട്രീസ്, ഓരോരോ മിനിസ്ട്രി ഉണ്ടല്ലോ, ആ മിനിസ്ട്രീസിന് അടുത്ത ഒരു വർഷത്തേക്കുള്ള ചെലവിന് വേണ്ട തുക പാർലമെൻറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പാർലമെൻറ്റിന് മേൽ മിനിസ്ട്രി സമർപ്പിക്കുന്ന കണക്കിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് മിനിസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോ മിനിസ്ട്രിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ബജറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്,
അപ്രോപ്രിയേഷൻ ബില്ല്, ഫിനാൻസ് ബില്ല്, ഇതെല്ലാം ബജറ്റിൻ്റെ ഓരോരോ പാർട്ടാണ്. ഇത് ബജറ്റ് ടോട്ടലി പാസ്സായാലും ഈ പറയുന്ന 3 കാര്യങ്ങളും വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റും അപ്രോപ്രിയേഷൻ ബില്ലും ഫിനാൻസ് ബില്ലും വീണ്ടും പാസ്സാക്കിയിരിക്കുന്നു. ഇത് ഇത്രയും പാസ്സായാലേ ബജറ്റ് കംപ്ലീറ്റ് ആയിട്ട് പാസ്സായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങ് ബജറ്റിൻ്റെ ഒരു പാർട്ടാണ് വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്. ഇറ്റ് മീൻസ് certain demands are presented ministry wise and the parliament have to approve the demand of these ministries. When the parliament approved the demand of a ministry, then it became demand for grant. എപ്പോൾ പാർലമെൻറ്റ് മിനിസ്ട്രി കൊടുത്തിരിക്കുന്ന മിനിസ്ട്രിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു, അന്നേരം നമ്മളതിനെ ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് എന്ന് വിളിക്കുന്നു. മിനിസ്ട്രിയുടെ ആവശ്യങ്ങൾ കൂടുതൽ ആണെന്ന് പറഞ്ഞ് ഹൗസിന് വേണമെങ്കിൽ ഈ മിനിസ്ട്രിയുടെ ഡിമാൻഡ് കുറയ്ക്കാം, പക്ഷെ ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല. ഇത് ലോക്സഭയ്ക്ക് മാത്രമേ ഈ വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും രാജ്യസഭയ്ക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വോട്ടിംഗ് ഓൺ ദ എക്സ്പെൻഡിച്ചർ പാർട്ട് ഓഫ് ദ ബജറ്റിലെ ചിലവുകളാണ് കാണിക്കുന്നത്. Ministries has certain demands. These demands are presented by the ministry in the parliament. These demands, when parliament became voted, it came into known as grants. That is known as demand for grants. The house can reduce a demand but cannot increase a demand. കൂട്ടാൻ പറ്റില്ല, കുറയ്ക്കാനേ പറ്റുള്ളൂ. And it is also the exclusive privilege of the Lok Sabha. Rajya has no role to play in the case of voting of demands for grants. വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് എന്ന് പറയുമ്പോൾ മിനിസ്ട്രിയുടെ ഡിമാൻഡിനെ പാർലമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് എന്ന് അറിയപ്പെടുന്നു. ഹൗസ് ക്യാൻ only reduce a demand but cannot increase it. മിനിസ്ട്രിയുടെ ആവശ്യങ്ങൾ കുറയ്ക്കാൻ പറ്റും, പാർലമെൻറ്റിന് ഒരിക്കലും അത് കൂട്ടാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ എക്സ്ക്ലൂസീവ് പ്രിവിലേജ് ഓഫ് ദ ലോക്സഭ. ലോക്സഭയ്ക്ക് മാത്രമേ വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രാജ്യസഭ ഹാസ് നോ റോൾ ഇൻ ദിസ് മാറ്റർ. ഇനി വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സിൻ്റെ ആ ഒരു സ്റ്റേജിലാണ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിട്ടിസൈസ് ദ വർക്കിംഗ് ഓഫ് ദ മിനിസ്ട്രി. മിനിസ്ട്രിയുടെ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് എന്ന പാർട്ട്. വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് മിനിസ്ട്രി പ്രസൻറ്റ് ചെയ്യുന്ന ആ ഡിമാൻഡുകളെ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ പാർലമെൻറ്റിന് കുറയ്ക്കാം. പാർലമെൻറ്റിന് കുറയ്ക്കാമെന്ന് പറയുമ്പോൾ ഒരു മിനിസ്ട്രി വെക്കുന്ന ഡിമാൻഡ് 10 ലക്ഷം രൂപ വേണം. ഉടനെ പാർലമെൻറ്റ് അത് വെട്ടിക്കുറച്ച് 5 ലക്ഷം ഒന്നും ആക്കാൻ പറ്റില്ല. പാർലമെൻറ്റിന് കുറയ്ക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ 1 രൂപ, 50 പൈസ, അല്ലെങ്കിൽ 10 രൂപ, ഇത്ര മാത്രമേ പാർലമെൻറ്റിന് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരിക്കലും മിനിസ്ട്രിയുടെ എമൗണ്ട് പാർലമെൻറ്റിന് കുറയ്ക്കാം എന്ന് പറഞ്ഞാലും ഒരുപാട് രൂപയൊന്നും കുറയ്ക്കാൻ പറ്റില്ല. പക്ഷേ അത് മിനിസ്ട്രിയെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മിനിസ്ട്രിയുടെ കൊടുത്തിരിക്കുന്ന ഡിമാൻഡിനെ കുറയ്ക്കുന്നതിനെ നമ്മൾ ചില പേര് കൊടുത്തിട്ടുണ്ട്. പോളിസി കട്ട് മോഷൻ, ഇക്കണോമിക് കട്ട് മോഷൻസ്. അത് 1 രൂപയും 2 രൂപയൊക്കെ ഇതിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മിനിസ്ട്രിയുടെ ഡിമാൻഡിനെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രമേയങ്ങളാണ് പോളിസി കട്ട് മോഷൻ ആൻഡ് ഇക്കണോമിക് കട്ട് മോഷൻ. മിനിസ്ട്രിയുടെ ഡിമാൻഡിനെ കുറയ്ക്കുന്ന പ്രമേയങ്ങളെ നമ്മൾ ടോട്ടലായി പറയുന്ന പേര് കട്ട് മോഷൻസ് എന്നാണ്. സോ in the stage of voting of demand for grants, members of the parliament can criticize the working of the ministry and they can reduce the demand presented by the ministry. Such motions are known as cut motions. Examples of cut motions are policy cut motion and economic cut motions.
അങ്ങനെ പോളിസി കട്ട് മോഷനും എക്കണോമിക് കട്ട് മോഷനും ഒക്കെ അവതരിപ്പിക്കാം. പക്ഷേ എന്താണ്, അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചാലും ഒരിക്കലും അത് പാർലമെൻറ്റിൽ പാസ്സാകത്തില്ല. കാരണം പാർലമെൻറ്റിൻ്റെ മെജോറിറ്റി മെമ്പേഴ്സാണ് മിനിസ്ട്രി ഫോം ചെയ്യുന്നത്, ബജറ്റ് പാസ്സാക്കുന്നതും ഈ മെജോറിറ്റി 2/3 മെജോറിറ്റി അവർക്ക് വേണം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും പോളിസി കട്ട് മോഷനും ഇക്കണോമിക് കട്ട് മോഷനും അവിടെ പാസ്സാകാറില്ല. പലപ്പോഴും മെമ്പേഴ്സ് അത്തരം പോളിസി കട്ട് മോഷനും ഇക്കണോമിക് കട്ട് മോഷനും പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതൊരിക്കലും പാസ്സായിട്ടില്ല. സോ ഇഫ് സച്ച് മോഷൻസ് such as policy cut motion and economic cut motion are put to vote, it is usually defeated. But it is used as a method to expose the inefficiency and unsatisfactory working of the ministry. അത് മിനിസ്ട്രി വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം കട്ട് മോഷൻസ്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരുപാട് എമൗണ്ട് ഒന്നും മിനിസ്ട്രിയുടെ കുറയ്ക്കാൻ പറ്റില്ല. ഇതിൽ ഒത്തിരി കാര്യം ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്. വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് എന്ന് പറഞ്ഞാൽ certain demands are presented ministry wise and it must get passed by the parliament. This is known as demand for grants. Parliament, only Lok Sabha has the privilege to do this, and members can criticize the working of ministry during this time. When a member or when parliament decided to reduce the demand for grants, it is known as cut motion. ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് കുറയ്ക്കാനായിട്ട് പാർലമെൻറ്റ് ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ കട്ട് മോഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പോളിസി കട്ട് മോഷൻ, ഇക്കണോമി കട്ട് മോഷൻ. ആക്ച്വലി വെൻ ദീസ് കട്ട് മോഷൻസ് ആർ പുട്ട് ടു വോട്ട് ഇറ്റ് ഗെറ്റ്സ് ഡിഫീറ്റഡ്. ഡിഫീറ്റായി പോകും എന്നുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ. മെജോറിറ്റി മെമ്പേഴ്സാണ് റൂൾ ചെയ്യുന്നത് അല്ലേ. മെജോറിറ്റി മെമ്പേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് റൂൾ ചെയ്യുമ്പോൾ ഒരിക്കലും കട്ട് മോഷൻസ് ഒന്നും പാസ്സാകത്തില്ല. അപ്പം ഇതൊക്കെ കട്ട് മോഷനൊക്കെ മറന്നു പോയാലും വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് ഓർക്കണം. അതിൻ്റെ അടുത്ത സ്റ്റേജ് കൺസിഡറേഷൻ ആൻഡ് പാസിംഗ് ഓഫ് അപ്രോപ്രിയേഷൻ ബിൽ. ആഫ്റ്റർ വോട്ടിംഗ് ഓഫ് ഡിമാൻഡ് ഈസ് ഓവർ, the budget enters into the stage of another enactment, that is consideration and approval of appropriation bill. എന്താണ് അപ്രോപ്രിയേഷൻ ബിൽ എന്നാണ് പറയുന്നത്. നേരത്തെ ഉള്ള ഓൾ ദ ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റും പ്ലസ് എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ഇത് രണ്ടും ചേർന്നാൽ അപ്രോപ്രിയേഷൻ ബില്ല് ആകും. ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സും പിന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലുള്ള ചെലവുകളും കൂടിച്ചേരുമ്പോൾ എന്താകും? അപ്രോപ്രിയേഷൻ ബില്ല് ആകും. അപ്രോപ്രിയേഷൻ ബില്ല് എന്താണെന്ന് പഠിക്കണം. ഓൾ ദ ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ്സ് വോട്ടഡ് ബൈ ദ ലോക്സഭ ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ടുഗദർ നോൺ ആസ് അപ്രോപ്രിയേഷൻ ബിൽ. അപ്രോപ്രിയേഷൻ ബില്ലും എവിടെ ആയിരിക്കും സ്വാഭാവികമായും ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ദ ലോക്സഭ. ഇറ്റ് ഹാസ് എ സെയിം പ്രൊസീജിയർ ഓഫ് എ മണി ബിൽ. മണി ബില്ലിൻ്റെ സെയിം പ്രൊസീജിയറാണ് അപ്രോപ്രിയേഷനും ബിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി പാസ്ഡ് ബൈ ദ ലോക്സഭ ആൻഡ് ദെൻ ഇറ്റ് ഈസ് സെൻഡ് ടു ദ രാജ്യസഭ. രാജ്യസഭ ഡസ് നോട്ട് ഹാവ് എനി പവർ ടു defeat that bill or reject that bill. റിജക്റ്റ് ചെയ്യാനോ ഡിഫീറ്റ് ചെയ്യാനോ ഉള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. രാജ്യസഭ ഇനി തിരികെ അയച്ചില്ലെങ്കിൽ എന്ത് കണക്കാക്കും? ലോക്സഭ കൺസിഡർ ഇറ്റ് ആസ് പാസ്ഡ്. അതാണ് ഒരു മണി ബില്ലിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. അത് തന്നെയാണ് അപ്രോപ്രിയേഷൻ ബില്ലിൻ്റെയും പ്രൊസീജിയർ. An appropriation bill can be introduced only in Lok Sabha. After passing in the Lok Sabha, it is sent to Rajya Sabha. Rajya Sabha can discuss the bill and it must be returned to the Lok Sabha within 14 days. രാജ്യസഭയ്ക്ക് അത് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ലോക്സഭയിലേക്ക് അത് തിരിച്ചയക്കണം 14 ദിവസത്തിനുള്ളിൽ. After 14 days, Lok Sabha consider this bill as passed and then send it to the പ്രസിഡൻസ് റാറ്റിഫിക്കേഷൻ. 14 ദിവസത്തിന് ശേഷം ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയതായി കണക്കാക്കുകയും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ സൈനിന് വേണ്ടി അത് അയക്കുകയും ചെയ്യും.
ഇതാണ് അപ്രോപ്രിയേഷൻ ബില്ലെന്ന് പറയുന്നത്. All the demand for grants ordered by the Lok Sabha and expenditure charged on the Consolidated Fund of India together known as Appropriation Bill. അപ്രോപ്രിയേഷൻ ബില്ല് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവണം. ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം രാജ്യസഭയിലായിരിക്കും. 14 ദിവസമേ രാജ്യസഭയ്ക്ക് അതിന് സമയമുള്ളൂ. ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റും എക്സ്പെൻഡിച്ചർ ചാർട്ടഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയും ഒരുമിച്ച് ചേരുമ്പോൾ അത് അപ്രോപ്രിയേഷൻ ബില്ല് ആകും. മണി ബില്ലിൻ്റെ സെയിം പ്രൊസീജിയറാണ് അപ്രോപ്രിയേഷൻ ബില്ലിനും ഉള്ളത്. ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. രാജ്യസഭ ക്യാൻ മേക്ക് ഓൺലി റെക്കമെൻഡേഷൻസ് ആഫ്റ്റർ 14 days. Lok Sabha will consider it as passed. Within that 14 days, Rajya Sabha has to return that bill. After the bill is passed by both the House of Parliament, then it is sent to the President of India. രണ്ട് ഹൗസിൽ നിന്നും പാസ്സായി കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അടുത്തേക്ക് അയക്കും സൈൻ ചെയ്യാനായിട്ട്. നേരത്തെ കോളേജിൽ തന്നെ ഞാനിത് പറഞ്ഞിരുന്നു. അടുത്തത് അത് നമ്മൾ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് പറഞ്ഞു, അപ്രോപ്രിയേഷൻ ബില്ല് പറഞ്ഞു. ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പാസിംഗ് ഓഫ് ഫിനാൻസ് ബിൽ. ഫിനാൻസ് ബില്ലിൽ ടാക്സേഷൻ പ്രപ്പോസൽസ് ആണ് ഉള്ളത്. ഫിനാൻസ് ബിൽ മീൻസ് ടാക്സേഷൻ പ്രപ്പോസൽസ്. ഇറ്റ് കണ്ടെയ്ൻ ദ പ്രപ്പോസൽസ് ഫോർ റവന്യൂ ഫോർ ദ എൻസ്യൂയിങ് ഫിനാൻഷ്യൽ ഇയർ. അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള വരുമാനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ബില്ലാണ് ഫിനാൻസ് ബിൽ എന്ന് പറയുന്നത്. പുതിയ ടാക്സുകളെല്ലാം ഈ ബില്ലിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. ഫിനാൻസ് ബിൽ ഓൾസോ എങ്ങനെയാണ്? ഫിനാൻസ് ബിൽ ഓൾസോ ഹാസ് ദ സെയിം പ്രൊസീജിയർ ഓഫ് എ മണി ബിൽ. ഫിനാൻസ് ബില്ലിനും എന്ത് പ്രൊസീജിയർ തന്നെയാണുള്ളത്? ഒരു മണി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫിനാൻസ് ബില്ലിൻ്റെ കേസിലും ഉള്ളത്. ഫിനാൻസ് ബില്ലെന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ടാക്സേഷൻ പ്രപ്പോസൽസ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ പ്രപ്പോസൽസ് ഫോർ റവന്യൂ ഫോർ ദ എൻസ്യൂയിങ് ഫിനാൻഷ്യൽ ഇയർ. അടുത്ത വർഷത്തേക്കുള്ള പുതിയ ടാക്സുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബില്ലിനെ ആണ് നമ്മൾ ഫിനാൻഷ്യൽ ബില്ലെന്ന് പറയുന്നത്. മണി ബില്ല് പാസ്സാക്കുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് ഫിനാൻസ് ബില്ലിനും ഉള്ളത്. അതും പാസ്സായി കിട്ടണം. ഇനി ഇത്രയും കൊണ്ട് നമ്മൾ ഇനാക്ട്മെൻറ്റ് ഓഫ് ദ ബജറ്റ് എന്നുള്ള സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു. അടുത്ത സ്റ്റേജാണ് എക്സിക്യൂഷൻ ഓഫ് ദ ബജറ്റ്. ഇറ്റ് മീൻസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ബജറ്റ്. ബജറ്റ് കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതുകൊണ്ട് കണ്ട് പേടിക്കേണ്ട. എക്സിക്യൂഷൻ ഓഫ് ദ ബജറ്റിൽ വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ബജറ്റ് അത്രയും ഓർക്കുക എക്സിക്യൂഷൻ ഓഫ് ദ ബജറ്റിൽ. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബജറ്റിൻ്റെ കംപ്ലീറ്റ് ചുമതല ഏറ്റവും കൂടുതലുള്ളത് ഫിനാൻസ് മിനിസ്ട്രിക്കാണ്. ഒരു സെൻറ്റൻസ് പഠിച്ചാൽ മതി. ദ ഫിനാൻസ് മിനിസ്ട്രി എക്സസൈസ് കൺട്രോൾ ഓൺ ദ സ്പെൻഡിങ് ഓഫ് അതർ മിനിസ്ട്രീസ്. ഫിനാൻസ് മിനിസ്ട്രി ബാക്കി മിനിസ്ട്രിയുടെ ചെലവുകൾ കൂടി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് തുടർച്ചയായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എക്സിക്യൂഷൻ ഓഫ് ദ ബജറ്റിൽ ഉള്ളൊരു ഭാഗം ഇതേ ഉള്ളൂ. ഫിനാൻസ് മിനിസ്ട്രി വിൽ കൺട്രോൾ ഓൾ അതർ മിനിസ്ട്രീസ് റിഗാർഡിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ബജറ്റ് ഓർ റിഗാർഡിംഗ് ദ എക്സ്പെൻഡിച്ചർ പാർട്ട്. അതിനുശേഷം ഓരോ മിനിസ്ട്രിയിലും ഒരു ബ്രാഞ്ച് ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഫിനാൻഷ്യൽ ബ്രാഞ്ച്. ഈ ഫിനാൻഷ്യൽ ബ്രാഞ്ചിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ സ്റ്റാഫ് ഇൻ ദ ഫിനാൻഷ്യൽ ബ്രാഞ്ച് ഹാവ് ടു ബി കൺസേൺഡ് വിത്ത് ഫിനാൻഷ്യൽ ആൻഡ് ബജറ്ററി വർക്ക്. ബജറ്റിൽ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഫിനാൻസ് മാറ്റേഴ്സും നോക്കാനായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഫിനാൻസ് ബ്രാഞ്ച് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എല്ലാ മിനിസ്ട്രിയിലും ഒരു ഫിനാൻസ് ബ്രാഞ്ച് ഉണ്ട്. അതാണ് ആദ്യത്തത് കൺട്രോൾ ഓഫ് ദ ഫിനാൻസ് മിനിസ്ട്രി. രണ്ടാമത്തത് ക്രിയേഷൻ ഓഫ് ഫിനാൻഷ്യൽ ബ്രാഞ്ച്. ഈച്ച് അഡ്മിനിസ്ട്രേറ്റീവ് മിനിസ്ട്രി ഹാസ് എ ഫിനാൻഷ്യൽ ബ്രാഞ്ച് ആൻഡ് ദാറ്റ് സ്റ്റാഫ് ഈസ് കൺസേൺഡ് വിത്ത് ഫിനാൻഷ്യൽ ആൻഡ് ബജറ്ററി വർക്ക്. ഫിനാൻഷ്യൽ മാറ്റേഴ്സും ബജറ്റ് കാര്യവും നോക്കുക മാത്രമാണ് ഫിനാൻഷ്യൽ ബ്രാഞ്ചിലെ സ്റ്റാഫുകളുടെ ചുമതല എന്ന് പറയുന്നത്. ഇനി അതിലെ ലാസ്റ്റ് ഭാഗം അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴേക്കും എല്ലാ മിനിസ്ട്രീസും ചെലവാക്കുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. The Secretary of Ministry is deemed as the Chief Accounting Authority. ഒരു ചീഫ് അക്കൗണ്ടിങ് അതോറിറ്റി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടായിരിക്കും.
Each ministry, in consultation with Auditor General, determines the manner in which accounts are to be maintained and furnished. എല്ലാ മിനിസ്ട്രിയിലും അക്കൗണ്ടുകൾ കൃത്യമായി കൈകാര്യം ചെയ്തിരിക്കണം. ഓഡിറ്റർ ജനറലിൻ്റെ ഉപദേശം അനുസരിച്ചാണ് എല്ലാ മിനിസ്ട്രിയിലും ഇത്തരത്തിൽ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. ഈച്ച് മിനിസ്ട്രി ഇൻ കൺസൾട്ടേഷൻ വിത്ത് Auditor General determines the manner in which accounts are maintained and furnished. പിന്നെ ഓരോ മിനിസ്ട്രിയിലും അക്കൗണ്ടിങ്ങിനായിട്ട് ലിങ്ക് ചെയ്യാനുള്ള സ്യൂട്ടബിൾ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത്രയുമുള്ളൂ. അക്കൗണ്ടിങ്ങിൽ ഈച്ച് മിനിസ്ട്രി മെയിൻറ്റെയിൻസ് എ പ്രോപ്പർ അക്കൗണ്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്വൈസ് ഗിവൺ ബൈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. Every ministry has suitable procedures to facilitate the linking of accounts with budget performance. ബജറ്റുമായിട്ട് പെർഫോമൻസുമായിട്ട് താരതമ്യം ചെയ്യാൻ എല്ലാ മിനിസ്ട്രിക്കും അതാത് മാർഗങ്ങൾ കൃത്യമായിട്ടുണ്ട്. എല്ലാ മിനിസ്ട്രിയുടെയും നോക്കുന്നത് ആരാണ്? ദ ഫിനാൻസ് മിനിസ്ട്രി വാച്ചസ് ദ പ്രോഗ്രസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ എവറി മിനിസ്ട്രി. അത്രയും മാത്രം അക്കൗണ്ടിങ്ങിൽ ഓർത്താൽ മതി. Every ministry have suitable and proper type of account, and in accordance with the advice given by Auditor General, every ministry has suitable procedures to facilitate the linking of accounts with performance budgeting, and finance ministry watches the progress of expenditure in all the departments. Thus finance ministry controls every other department in matter relating to the budget expenditure. ബജറ്റ് എക്സ്പെൻഡിച്ചർ എന്ന മാറ്ററിൽ ഫിനാൻസ് മിനിസ്ട്രി എല്ലാ മിനിസ്ട്രിയുടെ മേലും ആവശ്യമുള്ള കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ എക്സിക്യൂഷൻ ഓഫ് ബജറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലുള്ളത് ഇനാക്ട്മെൻറ്റ് ഓഫ് ദ ബജറ്റായിരുന്നു. എക്സിക്യൂഷനിൽ കൺട്രോൾ ഓഫ് ഫിനാൻസ് മിനിസ്ട്രിയും പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെയും ഫിനാൻസ് ബ്രാഞ്ചിൻ്റെയും കാര്യം മാത്രമേ വരുന്നുള്ളൂ. ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഇതെല്ലാം നമ്മുടെ ഒറ്റ മൊഡ്യൂളാണ്, 4th മൊഡ്യൂളാണ്. പ്രിപ്പറേഷനും ഇനാക്ട്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ബജറ്റ്. ചിലപ്പോൾ ഇതും കംപ്ലീറ്റ് ആയിട്ടും ഒരു എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇത് കട്ട് ചെയ്ത് പല ഭാഗമായിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും ആയപ്പോഴേക്കും നമ്മുടെ ഇനാക്ട്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ബജറ്റ് കംപ്ലീറ്റ് ആയി.